പ്രഭാതവന്ദനങ്ങൾ. മോർണിംഗ് ഡ്യൂവിലേക്ക് എല്ലാ വാത്സല്യമുള്ള ദൈവങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യമാണ് ഇന്ന് വായിക്കുന്നത്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട. ആധുനിക മനുഷ്യൻ്റെ ഒരു വലിയ പ്രശ്നമാണ് ജീവിതത്തിൽ പലതിനെ ചൊല്ലി കലങ്ങി കരഞ്ഞ് വിലപിച്ച് വിചാരപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വേദപുസ്തകം ഉറപ്പ് നൽകുന്നു, വിചാരപ്പെടേണ്ട. വിചാരപ്പെടുന്ന മനസ്സിൽ അശാന്തി നിറഞ്ഞിരിക്കും. എന്നാൽ ഹൃദയത്തിലുള്ള ചിന്താകുലങ്ങളെ പ്രാർത്ഥനയോടുകൂടെ സ്തോത്രത്തോടുകൂടെ ദൈവസന്നിധിയിൽ ഒന്ന് വെക്കുവാൻ കഴിഞ്ഞാൽ ഹൃദയം ഒന്ന് ശാന്തമാകും, ഭാരം ഒന്ന് കുറയും. ടെൻഷൻ ഇല്ലാത്ത ജീവിതം നയിക്കാനുള്ള മാർഗം ഇതാണ്. നിങ്ങളുടെ ഭാരങ്ങൾ, നിങ്ങളുടെ വിചാരങ്ങൾ പ്രാർത്ഥനയോടും സ്തോത്രത്തോടും ദൈവസന്നിധിയിലേക്ക് അർപ്പിക്കുക. യേശു കർത്താവ് ഇത് തന്നെയാണ് പറഞ്ഞത്. അന്യജാതികളെപ്പോലെ നിങ്ങൾ വിചാരപ്പെടരുത്. യേശുവിൻ്റെ ഗിരിപ്രഭാഷണത്തിലെ വാചകമാണ്. നിങ്ങളുടെ സ്വർഗീയ പിതാവ് നിങ്ങൾക്ക് വേണ്ടതെല്ലാം അറിയുന്നത് കൊണ്ട് അവൻ നിങ്ങളെ നടത്തുവാൻ വിശ്വസ്തനാണ്. വയലിലെ താമരയേക്കാൾ അധികമായി, ആകാശത്തിലെ പറവകളെക്കാൾ അധികമായി പോറ്റുവാൻ, പുലർത്തുവാൻ, മാനിക്കുവാൻ കർത്താവ് വിശ്വസ്തനാണ്. അതുകൊണ്ട് വിചാരപ്പെടേണ്ട. അപ്പോസ്തലനാകുന്ന പത്രോസും 1 പത്രോസ് 5-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങളിൽ പറഞ്ഞത്, നിങ്ങൾ വിചാരപ്പെടേണ്ട, നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവീൻ, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നു, അതുകൊണ്ട് അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തും. വിചാരപ്പെടേണ്ട. വേദപുസ്തകം ഇതാണ് ആവർത്തിച്ച് പറയുന്നത്. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, ദൈവസന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തി, ഞാനല്ല ക്രിസ്തു അത്രേ, എൻ്റെ ജീവിതം യേശുവിൻ്റേതാണ് എന്ന് പറഞ്ഞ് സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തി, എനിക്ക് ദൈവത്തിൻ്റെ ഹിതമല്ലാതെ വേറെ ഒന്നും വേണ്ട, കർത്താവേ നിൻ്റെ ഹിതത്തിൻ്റെ പാതയിൽ എന്നെ നടത്തണമേ എന്ന് തീരുമാനിച്ചൊരു വ്യക്തി, അവൻ്റെ ജീവിതത്തിൽ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട ആവശ്യമില്ല. അവൻ്റെ ചുവടുകളെയൊക്കെ കർത്താവ് ക്രമീകരിക്കും. പലപ്പോഴും നമുക്കൊക്കെ അങ്ങനൊരു ഭയമുണ്ട്. കർത്താവേ, ഞാനെങ്ങാനും അബദ്ധത്തിൽ തെറ്റായ തീരുമാനമെടുത്ത് ദൈവ ഇഷ്ടം വിട്ട് ഒന്ന് ജീവിച്ചാലോ? എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ കർത്താവിനോട്, എൻ്റെ യേശുവേ, എനിക്ക് നിൻ്റെ ഇഷ്ടമല്ലാതെ ഒന്നും വേണ്ട, നിൻ്റെ ഇഷ്ടത്തിൻ്റെ വഴിയിൽ എന്നെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ആത്മാർത്ഥമായിട്ട് അത് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി എറിഞ്ഞുകൊടുത്ത വ്യക്തിയാണെങ്കിൽ, നിങ്ങൾക്ക് തീരുമാനങ്ങളെടുക്കുവാനുള്ള വലിയ ബുദ്ധിയും ഞാനും ഒന്നും കാണുകയില്ല. പാട്ടുകാരൻ പാടിയതുപോലെ, ഏത് ഗുണമെന്നറിവാൻ ഇല്ല ജ്ഞാനം എനിക്ക്, എൻ്റെ യേശുവേ നിൻ്റെ നീതിയുടെ പാതയിൽ എന്നെ നടത്തണം, എനിക്ക് ബുദ്ധിയില്ല കർത്താവേ, ശരിയും തെറ്റും നിൻ്റെ പെർഫെക്റ്റ് പ്ലാൻ എന്തെന്നും നിൻ്റെ ആഗ്രഹം എന്തെന്നും അറിയാൻ എനിക്ക് ബുദ്ധിയില്ല. പക്ഷെ ഒറ്റയൊരാഗ്രഹമുണ്ട്, എൻ്റെ മനസ്സ് പറയുന്ന വഴികളിലല്ല എൻ്റെ കാലുകളെ നീ നിയന്ത്രിച്ചു കൊള്ളണം എന്ന് പ്രാർത്ഥിച്ചു നടക്കുകയാണെങ്കിൽ ഭയപ്പെടേണ്ട. നിങ്ങൾക്ക് തെറ്റിയാലും സ്വർഗത്തിന് തെറ്റുപറ്റുകയില്ല. നിങ്ങളുടെ മനസ്സല്ല, നിങ്ങളുടെ കാലുകളെ സ്വർഗം നിയന്ത്രിച്ചു കൊള്ളും. അത്ര അത്ഭുതകരമാകുന്ന ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. അതുകൊണ്ട് വറീഡാകണ്ട, വിചാരപ്പെടേണ്ട. ഭാവിയെക്കുറിച്ച് ആങ്സൈറ്റി, ആശങ്കകളുടെ ആവശ്യമില്ല. പ്രാർത്ഥിക്കുക, സ്തോത്രം ചെയ്യുക. സ്തോത്രം ചെയ്യുക എന്ന പദത്തിന് ഹിന്ദി ബൈബിളൊക്കെ എഴുതിയിരിക്കുന്നത് നന്ദി കരയറ്റുക അല്ലെങ്കിൽ സ്തുതിക്കുക എന്നൊക്കെയാണ്. എന്താണതിൻ്റെ അർത്ഥം എന്നറിയുമോ? സ്തുതിക്ക്, സ്തോത്രത്തിന്, ദൈവത്തെ നന്ദി കരയറ്റി അവന് താങ്ക്സ് പറയുന്നതിന് വലിയ ശക്തിയുണ്ട്. നിങ്ങൾ ഒരു വിഷയം ദൈവസന്നിധിയിൽ പ്രാർത്ഥനാ വിഷയം വെച്ച് പ്രാർത്ഥിച്ചപേക്ഷിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് സ്തുതിച്ച് നോക്കിക്കേ. ഇന്ന് വരെ കർത്താവ് നൽകിയ, നടത്തിയ വിധങ്ങളെ ഓർത്ത്, ഉപകാരങ്ങളെ ഓർത്ത് ഒന്ന് സ്തുതിച്ച് നോക്കിക്കേ, ഒന്ന് ആരാധിച്ച് നോക്കിക്കേ. എത്ര അത്ഭുതകരമായ വിടുതലായിരിക്കും വെളിപ്പെടുന്നത്. പൗലോസും ശീലാസും ആരാധിച്ചപ്പോൾ ജയിലിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങിയെന്ന് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ വിചാരപ്പെടാതെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ വെച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ, അവിടുത്തേക്ക് നന്ദി കരയറ്റുമ്പോൾ, നിങ്ങളുടെ പ്രതികൂല മണ്ഡലങ്ങളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുവാൻ
ഇടയായിത്തീരും. നൽകിയ ഉപകാരങ്ങളെ ഓർത്ത് അതുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഈ ദൈവസന്നിധിയിൽ അർപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥനാ വിഷയത്തിന് മറുപടി കിട്ടി എന്ന് മുൻപേറ് നന്ദി പറഞ്ഞ് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. പണ്ടൊക്കെ ലെറ്റർ റൈറ്റിംഗ് പഠിച്ചിട്ടില്ലേ? സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ താങ്കിങ് യു ഇൻ ആൻറ്റിസിപ്പേഷൻ എന്നെഴുതും. എന്ന് പറഞ്ഞാൽ മുകളിൽ എഴുതിയ കാര്യം സാധിപ്പിച്ചു എന്ന് നേരത്തെ തന്നെ വിശ്വസിച്ചുകൊണ്ട് മുൻപേർ നന്ദി പറയുകയാണ്. ദൈവത്തിന് നിങ്ങൾ അർപ്പിച്ച അപേക്ഷാപത്രത്തിൻ്റെ താഴെ നിങ്ങൾ എഴുതുക താങ്കിങ് യു ഇൻ ആൻറ്റിസിപ്പേഷൻ. കർത്താവേ, അവിടുന്ന് നൽകിയതിനായി സ്തോത്രം. പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ഉത്തരം കിട്ടിയെന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുകയാണ്. അങ്ങനെ ധൈര്യത്തോട് നിങ്ങളുടെ ഭാരങ്ങളെ ദൈവസന്നിധിയിൽ വെച്ച് അതിനെ കർത്താവ് ഏറ്റെടുത്തു എന്ന വിശ്വാസത്തോട് ഒന്ന് നന്ദി പറഞ്ഞു നോക്ക്. ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ കാണും. കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിവസം എല്ലാവർക്കും ദൈവം നൽകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ഡേ.